ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേ ക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപാക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനു മരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നീതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലെ. ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹൂതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേൻ അബ്ദ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവൂ മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദള ശ്യാമളമംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവിതം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ. പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാണുവാനായി വന്നീടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്തു. നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂപാരം കളവാനായി ജാതനായിതൂ ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ.
ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാൻ എന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീരേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയൂ ഉണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു ദുർധയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇത്തേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലം ഇഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും മനുജനോടും കൂടി സത്സംസർഗാനന്ദിന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയ പൂർണം സർവർത്തു ഗുണഗണ സമ്പന്ന മനോപമം സർവകാലാനന്ദദാനോദയമത്യത്ഭുതം. സർവപാദപലതാ ഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷി മൃഗ ഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാനർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട ശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ വന്ധ്യമാം പദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു പോദം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വദ്ഭക്ത ഭൃത്യനായിടണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്ര പുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളമതി കസ്മല മതിങ്കലുള്ള ലാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിപ്പ
ലഭിച്ചിടുകയില്ല. ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശേഷ്വാ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗ്മം മമ പ്രത്യക്ഷമായി വന്നിതു മൽതപോബലവശാൽ. ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മയാവിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതം പാദപങ്കജം നീലനിരതകളേവരം കോമളമതിശാന്തം അനന്തഗുണമഭിരാമമാത്മാരാമം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസന ശുദ്ധമായി പിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തുൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഗതി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതീനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തതീനവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതു അഗസ്ത്യാശ്രമം മുനി. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീഷ്ണനും മസ്തുതേ ഭദ്രമതു തോന്നിയതീനു ഞാൻ. കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണമെന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നെ പോയി. ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം.
അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തൂ ഫല കുസുമാഠ്യപാദപലതാ സംവൃതം നാനാമൃഗ സഞ്ചയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതേ മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാട്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത മനൂപമം. ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവുമിതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ. വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടേണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണ മഹാപ്രസാദം ഇത്യുക്താ സത്വരം ഗത്വാമാചാര്യമന്ദിരം മുദാ. നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം രഘൂത്തമ ഭക്തസഞ്ചയവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദി നിൻ തൃക്കഴലിന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലുമരുൾ ചെയ്താൻ. ഭക്തം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്രയോ നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം. ഇത്യുക്താ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ചയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്ദൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മൽ തപസ്സാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവ നേത്രകീലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കര പങ്കജമതിദ്രുതം. സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശ്വം രാമം
പാദ്യാർഘ്യാസന മധുപർക്കമുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുഭവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തെ ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ദയാനിധേ. ഞാനെന്നോ തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമികനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടേ മായ തനിക്കാശ്രയഭൂതയായി തന്നുടേ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവാജ്യം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണ് യാഗിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിരുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷത്തിര്യഗ്യോനിജാതികൾ ബഹു സ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രാൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ
അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ, അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. നിന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി. ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായകാ ദശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാ കർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും
2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയർപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിടുന്നേരം.